പ്രാദേശിക ഭരണകൂടങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി അടിത്തട്ടിൽ പ്രവർത്തിക്കേണ്ട സംവിധാനമാണത്. എന്നാൽ കോട്ടയത്തെ പാലാ നഗരസഭ കഴിഞ്ഞ കുറച്ചു നാളുകളായി അവിടെ നടക്കുന്നത് ഇതൊന്നുമല്ല. കൗൺസിലർമാർ തമ്മിലുള്ള വാക്പോരും കയ്യാങ്കളിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അന്തസ്സു തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഒരു ഓട്ടോ സ്റ്റാൻഡിനെ ചൊല്ലിയുള്ള ഭരണപക്ഷത്തെ തർക്കമാണ് പാലാ നഗരസഭയെ ഭരണപ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാണാം, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. പാലാ വീഴുമോ? പാലായിൽ രാഷ്ട്രീയ തർക്കങ്ങൾ പുതുമയുള്ളതല്ല. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ തർക്കങ്ങളാണെന്ന് പറയാൻ സാധിക്കില്ല. ഏവരെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള തർക്കങ്ങളാണ് നഗരസഭയിൽ നടക്കുന്നത്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ കൗൺസിലർമാർ തർക്കിക്കുകയും കയ്യാങ്കളിയിലേക്ക് പോകുകയും ചെയ്യുമ്പോൾ ഭരണപ്രതിസന്ധി സാധാരണക്കാരെ ബാധിക്കുകയാണ്. കൊട്ടാരമറ്റത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. 24-ാം വാർഡിലെ കൗൺസിലർ ബിജു മാത്യൂസ് കൗൺസിലിൽ പറയാതെ സ്റ്റാൻഡ് മാറ്റാൻ നിർദ്ദേശം നൽകി. ഇത് ചെയർപേഴ്സൺ എതിർത്തു. UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിഷയം വന്നപ്പോൾ വലിയ ചർച്ചയായി. ഇതിനിടയിലാണ് ചെയർപേഴ്സന്റെ പിതാവും കൗൺസിലറുമായ ബിനു പുളിക്കക്കണ്ടവുമായി ബിജു മാത്യൂസ് തർക്കത്തിലാകുന്നത്. ഇതിനിടയിൽ കയ്യാങ്കളി നടന്നുവെന്നും പറയുന്നു. പിന്നാലെ ബിജു മാത്യൂസ് പോലീസിൽ പരാതി നൽകി. മനസ്സിലാക്കാതെയാണ് MP MLA ഇനിയും മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്ന പല സ്റ്റേജുകളും ഇനിയും മുമ്പോട്ട് ഉണ്ടായിക്കോളും. അത് വ്യക്തമായി ചോദിച്ചറിഞ്ഞ് അവർ പഠിച്ച് തന്നെ നമുക്ക് ഫേവറായിട്ട് നിൽക്കും. ഇനി ഒത്തിരി നാണം കെടാതെ രാജിവെച്ച് പുറത്തു പോകും. അതാ നല്ലത്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആദ്യം പോകേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനേ പിള്ളേർ വേറെ രീതി പറയുന്നതല്ല. ആദ്യമായിട്ട് ഈ പറയുന്ന മുനിസിപ്പാലിറ്റിയുടെ ഇവിടെ കയറിയിരിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം 2 അക്ഷരം കൂട്ടി എഴുതാനൊപ്പം പഠിച്ച് മുമ്പോട്ട് വരുന്നത് നല്ലത്. ഇതിന് പിന്നാലെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മഹസർ എഴുതാൻ നഗരസഭയിലെത്തിയ പോലീസും ബിജു മാത്യൂസും അനുമതിയില്ലാതെ ചെയർപേഴ്സന്റെ മുറിയിൽ കയറി. ഇവർ ഇറങ്ങിപ്പോയതിനു ശേഷം മേശപ്പുറത്തിരുന്ന ഫയലും വാച്ചും കാണുന്നില്ലെന്ന് ചെയർപേഴ്സൺ പരാതി പറഞ്ഞു. പിന്നാലെ ബിജു മാത്യൂസിനെതിരെ മോഷണ പരാതിയും നൽകി. ഞാൻ എന്റെ ഫയൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് എന്റെ കേസ് പോയിരിക്കുന്നത്. പക്ഷേ സെക്രട്ടറിയുടെ കേസാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് പോലീസും കൗൺസിലറും ആരെ അറിയിക്കാതെ, അല്ലെങ്കിൽ സെക്രട്ടറിയുടെ പെർമിഷനോ സെക്രട്ടറിക്ക് ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിന് ഒരു നോട്ടീസോ കൊടുക്കാണ്ട് ഇവിടെ അവരെ ഭീഷണിപ്പെടുത്തി തുറന്നു കയറുകയും വെള്ളം എടുക്കാനാന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന OAനെ വെളിയിലേക്ക് വിടുകയും അവിടെ നടക്കി അവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നോട് OA പറഞ്ഞ അനുസരിച്ച് കയ്യിൽ പോകുമ്പോൾ ഒരു ഫയലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഫയൽ അത് ഇമ്പോർട്ടന്റ് ഫയലാണ്. ഇതോടെ ടീം UDF എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ UDF 2 തട്ടിലായി. കോൺഗ്രസ് കൗൺസിലർമാർ ഒരു വശത്തും സ്വതന്ത്ര കൂട്ടായ്മയും ജോസഫ് വിഭാഗവും മറുവശത്തും. വാക്കുതർക്കം തുടർന്നതോടെ ജില്ലാ നേതൃത്വം ഇരു കൂട്ടരെയും ചർച്ചയ്ക്ക് വിളിച്ചു. എന്നാൽ ചെയർപേഴ്സണിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് കാട്ടി 5 കോൺഗ്രസ് കൗൺസിലർമാരും ഒരു UDF വിമതയും UDF നേതൃത്വത്തിന് പരാതി നൽകി. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. വെറുമൊരു ഓട്ടോ സ്റ്റാൻഡ് പ്രശ്നം മാത്രമല്ല തർക്കത്തിന് കാരണമെന്നാണ് വിവരം. ഭരണത്തിൽ കൂടിയാലോചനകളില്ലെന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർ പറയുന്നത്. നിലവിൽ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കാണ് ധാരണപ്രകാരം ചെയർപേഴ്സൺ സ്ഥാനം. വൈസ് ചെയർമാൻ സ്ഥാനം വിമതയായി വിജയിച്ച മായ രാഹുലിനും. മായയുടെ ധാരണപ്രകാരമുള്ള കാലാവധി 26-ാം തീയതി അവസാനിക്കും. ഈ സ്ഥാനത്തേക്ക് സ്വതന്ത്ര കൂട്ടായ്മയിൽ നിന്നൊരാളാണ് വരേണ്ടത്. ഇതിലുള്ള എതിർപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിന് എന്നാണ് ബിനു പുളിക്കക്കണ്ടവും പറയുന്നത്. അല്ല, ഞങ്ങൾ സ്വമേധയാ ഇപ്പം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വം ഇന്നലെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചർച്ചകളായിട്ടും ഫോണിലായിട്ടും എല്ലാം ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കൗൺസിലർമാർ തമ്മിലാണല്ലോ. അത് കൗൺസിലർമാരല്ല ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം. തർക്കം രൂക്ഷമായതോടെ അട്ടിമറികൾ നടക്കുമെന്നാണ് പലരും പറയുന്നത്. എന്നാൽ 10 സീറ്റുള്ള കേരള കോൺഗ്രസ് എം അതിനിപ്പോൾ ശ്രമിക്കുന്നില്ല. UDFലെ പ്രശ്നം UDF തീർക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ UDFനകത്തുള്ള ഒരു നീക്കുപോക്ക് നടത്തേണ്ടതാണ്. അവർ തീർക്കട്ടെ. അല്ല, അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലോ കാര്യങ്ങളിലേക്കൊക്കെ കൗൺസിലർമാർ കേരള കോൺഗ്രസിന്റെ എമ്മിന്റെയോ LDFന്റെയോ ആളുകളൊന്നും വന്നിട്ടില്ല. നിലവിൽ 26-അംഗ നഗരസഭയിൽ 14 പേരാണ് UDFനൊപ്പമുള്ളത്. 6 കോൺഗ്രസ് കൗൺസിലർമാരും 3 ജോസഫ് വിഭാഗം കൗൺസിലർമാരും ഒരു KDP സ്വതന്ത്രനും ഒരു UDF വിമതയും ഉൾപ്പെടും. കൂടാതെ പുളിക്കക്കണ്ടത്തെ 3 കൗൺസിലർമാരും. LDFന് 12 സീറ്റുകളാണുള്ളത്. അതിൽ 10 കേരള കോൺഗ്രസ് എം ആണ്. 2 പേർ LDF സ്വതന്ത്രരുമാണ്. അതുകൊണ്ട് തന്നെ ഒരവിശ്വാസമോ തെരഞ്ഞെടുപ്പോ വന്നാൽ പാലായിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം.
പാലാ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നത് കേരള കോൺഗ്രസ് എമ്മും UDFുമാണ്. അതിന് മാറ്റമുണ്ടായതിനു ശേഷം ഇങ്ങോട്ട് ഇതുവരെ സമാധാനത്തോടെ ആർക്കും പാലാ നഗരസഭയിൽ ഭരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ പ്രശ്നം അധികം നീണ്ടുപോകാതെ പരിഹരിക്കുമെന്നാണ് UDF നേതൃത്വം പറയുന്നത്. അത് എങ്ങനെയായിരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നിഖിലിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.